ഓക്കെ. അപ്പോൾ നമുക്കറിയാം റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ റാഷണൽ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം ഫോം ചെയ്തത്? പറയാമോ ആർക്കെങ്കിലും? എന്തായിരുന്നു റാഷണൽ നമ്പർ സിസ്റ്റം ഫോം ചെയ്യാൻ കാരണം? എന്തായിരുന്നു? പറയൂ. അതെ അതെ, അവിടെ നമ്മൾ വി ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ന്യൂ സെറ്റ് ഓഫ് നമ്പേഴ്സ് കോൾഡ് ഫ്രാക്ഷൻസ്. ഈ ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ നോട്ട് ആക്ച്വലി ഓഫ് ദ ഫോം ഓഫ് ആൻ ഇൻഡിജർ. നമ്മൾ കണ്ടു സം പി ബൈ ക്യൂ ഫോമിലുള്ള നമ്പേഴ്സ് ആണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അത് വെറും പി ബൈ ക്യൂ എന്നല്ല. ഈ പിവിനും ക്യൂവിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പി ആൻഡ് ക്യൂ ആർ no, they are integers, and not only integers, they don't have any common factors. അല്ലേ? പിനും ക്യൂവിനും എന്തില്ല? പി ആൻഡ് ക്യൂ ആർ integers and have no എന്താണ് കോമൺ ഫാക്ടർ വെൻ യു put it in its standard form. അല്ലേ? സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് we know they don't have any common factor. No common factor. Not only that, q is not equal to 1. ഇത്രയും കണ്ടീഷൻസ് ഉള്ള ടൈപ്പ് കുറേ നമ്പേഴ്സിനൊക്കെ പരിചയപ്പെട്ടു. ലൈക്ക് 1/2 അല്ലേ? ആൻഡ് 2/3 അല്ലേ? 5/6 is 7/14 is also a fraction. But the thing is we can see them common factor existing in the numerator and denominator of this fraction. അല്ലേ? എന്താണത്? What is the common factor in this numerator and denominator in this fraction? That is 7. So you divide both the numerator and denominator by 7. That we know. We discussed it in fractions. അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? അതിനെ simplest ഫോമിലേക്ക് മാറ്റി. എങ്ങനെ? 1/2. So now it become a fraction. So fractions are of this type. Not only that, we have fractions of 7/2. That is also a fraction. This particular fraction can also be written as what? എന്താണ്? 3 and 1/2. And we call this fraction as what? Mixed fraction. എന്താ പറയുക അതിന്? Mixed fraction. And this one is called improper fraction. എന്താണ്? Improper. അല്ലേ? Because the numerator of this fraction is bigger. The numerator of this fraction is bigger, and this is called proper fraction. So actually ഈ നെയിംസ് തന്നെ നമ്മളെ ശരിക്കും മനസ്സിലാക്കി തരുന്നത് തന്നെയാണ്. കാരണം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാരണം ഈ തിങ്, അതായത് ഈ ഡിനോമിനേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയൊരു സാധനം എടുത്ത് തലയ്ക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഈസ് ദാറ്റ് എ സിമ്പിൾ പ്രോപ്പർ വേ ടു സ്റ്റാൻഡ് എന്നാണ് ചോദിച്ചത്. എന്റെയോ? ഹലോ, ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ആണോ? ആണോ? എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നോ? അതെ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ. അപ്പം അത് മോന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കേട്ടോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോ. ഓക്കെ. അപ്പൊ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാൻ കാര്യം എന്താണ് അതിന്റെ റീസൺ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാൻ കാര്യം ഇതിന്റെ ന്യൂമറേറ്റർ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. അല്ലെ? ഡിനോമിനേറ്ററിനെ കാട്ടിയും എന്താണ് ചെറുതാണ് ന്യൂമറേറ്റർ. അതാണല്ലോ പ്രോപ്പർ വേ. അതുകൊണ്ട് അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നും ദിസ് ഇസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും ഈ സെയിം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൾസോ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ഫോം ഓഫ് എ മിക്സഡ് ഫ്രാക്ഷൻ വേർ വൺ ഇന്റിജർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദാറ്റ് നമ്പർ എക്സിസ്റ്റ്. അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വേർ വി വിൽ പ്ലേസ് ദിസ് നമ്പേഴ്സ് എന്നുള്ളൊരു ചോദ്യം വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ റാഷണൽ നമ്പർ സിസ്റ്റം എന്നുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ റാഷണൽ നമ്പർ സിസ്റ്റം ഡിഫൈൻ ചെയ്തു. എന്തായിരുന്നു റാഷണൽ നമ്പർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ കാരണം? നമുക്ക് മനസ്സിലായി നമുക്കിപ്പോൾ ഈ ഫ്രാക്ഷൻ പറഞ്ഞതുപോലെ പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പൊ റാഷണൽ നമ്പേഴ്സിനകത്ത് ഏതിനെയും കൂടെ ഉൾപ്പെടുത്തണം. ഏതിനെയും കൂടെ ഉൾപ്പെടുത്തണം? നമ്മളെ കയ്യിൽ ഇന്റിജേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഏതും കൂടെ ഉണ്ടാവണം. ഫ്രാക്ഷൻസിനെയും ഇന്റിജേഴ്സിനെയും ഒരുപോലെ ഉൾപ്പെടുത്തണം. ഇന്റിജേഴ്സ് ആണെങ്കിൽ ആക്ച്വലി they don't have any denominator. അപ്പം പക്ഷേ ഡിനോമിനേറ്റർ ഇല്ലാത്ത ഒരു സെറ്റ് നമ്പേഴ്സും ഇനി ഡിനോമിനേറ്റർ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു സെറ്റ് നമ്പറാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറയുന്നതും ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതും ഒരിക്കലും കോമൺ ആയിട്ടില്ലാത്ത ഒരു നമ്പർ സിസ്റ്റമാണ്. അതായത് ഫ്രാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ യു കനോട്ട് ഫൈൻഡ് എനി ഇന്റിജർ ഇൻ ഫ്രാക്ഷൻസ്. ഇനി ഇന്റിജർ എടുത്തു കഴിഞ്ഞാലോ there is no fraction in an integer. അല്ലേ?
അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്തങ്ങളായ നമ്പേഴ്സാണ്. ഇവ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോമൺ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യണ്ടേ? അങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിന് ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തത്. എന്താണ്? ദേ ആർ എന്തെഴുതി? നമ്പേഴ്സ് ഓഫ് ദ ഫോം പറഞ്ഞോ, ഓഫ് ദ ഫോം P/Q. അപ്പൊ P/Q ഫോമിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം. വേർ പിന്നെന്താ പറഞ്ഞേ? വേർ P and Q ആർ എന്താണ്? ഇൻഡിജേഴ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് പോസിബിൾ ആവോ? കാരണം ഇൻഡിജറിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ഇൻ ദ ഫോം ഓഫ് P/Q. പക്ഷെ അതിനെ നമ്മൾ P/Q ഫോമിൽ എഴുതേണ്ടി വരും എന്നർത്ഥം, അതൊരു റാഷണൽ നമ്പർ ആവണമെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഏതായാലും ഇങ്ങനെ എഴുതാം, വേർ P and Q ആർ ഇൻഡിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ റാഷണൽ നമ്പറിന് നമ്മളൊരു ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലായി ഹൗ ഡു വി ഇന്റർപ്രറ്റ് ഇൻഡിജർ ആൾസോ ഇൻ ദിസ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എൻ ഇൻഡിജർ ലൈക്ക് 2. അപ്പോൾ 2 ക്യാൻ ആൾസോ ബി റിട്ടൺ ആസ് എന്താണ്? 2/1. Yeah, 2/1. Is that actually follows this relation, this rule? നോക്ക്, ഇത് P/Q ഫോം അല്ലേ, where P is equal to 2 and Q is equal to 1. And both P and Q are integers. Yes, obviously they are integers. And Q not equal to 0. Yes, of course that Q is not equal to 0. So all integer is possible now. All integers are actually all integers can also be represented in the form of a what? In the form P/Q. അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാ ഇൻഡിജേഴ്സിനെയും നമുക്ക് P/Q ഫോമിലാണ്. പിന്നെ obviously we know all the fractions are of this form P/Q. There is no doubt in that. അല്ലെ? കാരണം ഇപ്പോൾ 2/3 is a fraction, so it is obviously what? In the form of a P/Q. അപ്പോൾ P is equal to 2 and Q is equal to 3. അവിടെ നമുക്ക് പ്രശ്നമില്ല. ബട്ട് പ്രശ്നം വരുന്നത്, നമുക്ക് സംശയം ഉണ്ടായത് ഏതിനെ കുറിച്ച് മാത്രമായിരുന്നു? Regarding the integers. How do we represent the integer in the form P/Q? But that doubt is clear now, because every integer can be put in the form of P/Q by keeping the denominator of that integer as 1. Very simple. അല്ലെ? ഡിനോമിനേറ്റർ ഓഫ് ദ ഇൻഡിജർ എത്രയായിട്ട് നിർത്തിയിട്ട് നമുക്ക് അതിനെ എന്താക്കാം? P/Q ഫോമിലാക്കാം ബൈ കീപ്പിംഗ് ദ ഡിനോമിനേറ്റർ ആസ് 1. അപ്പൊ ഇപ്പൊ -3 എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. ഹൗ ഡു വി റെപ്രസെന്റ് ഇറ്റ് ഇൻ ദ ഫോം P/Q? It is -3/1. -3/1. So we have an rational form of this. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായി what are rational numbers എന്ന് പറഞ്ഞാൽ all integers and fractions are what? Fractions. എന്താണ് rational numbers? All integers and plus fractions. That together actually gives you എന്താണ്? അപ്പൊ we have negative fractions too. നെഗറ്റീവ് ഫ്രാക്ഷൻസ് എന്നല്ല പറയുക, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്താ? -3/2 is possible. -5/7 is possible. -9/8 is possible. -3 is also a rational number. -9 is a rational number. 6 a rational number. -2. എന്താണ്? -2. നെഗറ്റീവ് 12/-2. -12/-2 also you can write, but when you represent it in the simplest form it becomes -/6. അല്ലേ? So it is 6. So it's a rational number. അപ്പൊ ഇനി ഈ റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെന്റിങ്, ഞാൻ ആദ്യം പറയുന്നത് റെപ്രസെന്റിങ് റാഷണൽ നമ്പർ in standard form and simplest form. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്? ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോം, ഹലോ, ഈ റെജിൻ രാജ്, who is Regin Raj? Is he our student? Yes, sir. Yes, sir. He is in the lobby like that. It was there, no? Okay. Okay. Now tell me, standard form. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫോം? അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. See, for example, the last example
ആരാണ് അത് തന്നത്? ലാസ്റ്റ് എക്സാമ്പിൾ അഭിനവാണോ? ആരോ തന്നല്ലോ. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുക. അതുപോലെ -3/-5 ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഈസ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്? അപ്പൊ അത് കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്താ? വി ക്യാൻ സീ 2 നെഗറ്റീവ് സൈൻ ഇൻ ദിസ് നമ്പർ. അപ്പൊ 2 നെഗറ്റീവ് സൈൻ ഉണ്ട്. ഈ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റാതെ വരും. സോ ആൾവേസ് വി നോ, ആൾവേസ് വി നോ the number is negative or positive identified by the sign given to that number. പക്ഷെ ഇവിടെ 2 സൈൻ കാണുന്നുണ്ട് അല്ലെ? വി ക്യാൻ സീ 2 സൈൻസ് ഹിയർ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡിവൈഡ് ദി സൈൻസ്. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ്, എന്താ അത്? പോസിറ്റീവ്. സോ ദ നമ്പർ ഈസ് ആക്ച്വലി എ പോസിറ്റീവ് നമ്പർ. സോ ദിസ് ഈസ് ദ വേ, ആക്ച്വലി ദിസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഇടാം, ഈ നടുക്കായിട്ടും ഇടാം. ഞാനിപ്പം ന്യൂമറേറ്റർ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ? ഇങ്ങനെ ഇടാം. ഇതേ കാര്യം തന്നെ ഇങ്ങനെ എഴുതാം. 3/5 ഇവിടെ പോസിറ്റീവ് എവിടെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം. ഇങ്ങനെ. That means the sign of the number is positive. But even if you put it in the numerator, that is also not wrong. Okay. ഇനി അടുത്ത മറ്റൊരു കേസും വരാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് 3/-5 കണ്ട. അപ്പൊ 3/-5 അവിടെ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് കിടക്കും. സോ ഇവിടെയും നിങ്ങൾ റൂള് സെയിം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദിസ് 3? പ്ലസ്. പോസിറ്റീവ്. പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്തായാലും നെഗറ്റീവ് 3/5. അപ്പൊ ഇപ്പൊ നമ്മൾ ആ പ്രശ്നം തീർന്നു. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ക്ലിയർ നൗ ഹൗ ടു റൈറ്റ് എ നമ്പർ ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദാറ്റ് ടു ദിസ് ഫോം. കാരണം എന്താ? അതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ എപ്പോഴും ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഉചിതം. ബാക്കിയുള്ള കേസസിൽ ഇപ്പൊ -2/3 ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദ സൈൻ ഓഫ് ദ നമ്പർ. ബട്ട് വെൻ യു ഹാവ് 2 ഡിഫറെന്റ് സൈൻ ഓർ എ സൈൻ ഓൺലി ഇൻ ദ ഡിനോമിനേറ്റർ, ദാറ്റ് ആക്ച്വലി മേക്സ് പ്രോബ്ലംസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തും യു മസ്റ്റ് ബി വെരി കെയർഫുൾ വെദർ ദ നമ്പർ ഈസ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓർ നോട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എസ്പെഷ്യലി അഡീഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. കീപ്പിംഗ് ദ സൈൻ ഓഫ് ദ നമ്പർ ഓൺ ദ ന്യൂമറേറ്റർ എന്ന് ചിന്തിച്ചോ, കുഴപ്പമില്ലല്ലോ. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഹലോ. -/-, എന്താ? പോസിറ്റീവ്. അതായത് 2 സൈൻ വരുന്ന സമയത്ത് ഏതാണ് ഇതിന്റെ ചിഹ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ഒരു സംശയം വരില്ലേ? ആ സംശയം തീർക്കാന്ന് പറഞ്ഞാൽ എന്താ? വി ഡിവൈഡ് ദ സൈൻ ആൻഡ് പുട്ട് ദ സൈൻ ഓൺ ദ ന്യൂമറേറ്റർ. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വെൻ യു ഹാവ് എ നെഗറ്റീവ് സൈൻ ഓൺ ദ ഡിനോമിനേറ്റർ, വി ഡിവൈഡ് ദ സൈൻ ആൻഡ് പുട്ട് ദ സൈൻ ഓൺ ദ ന്യൂമറേറ്റർ. സോ ഇറ്റ് ബിക്കം -3/5. ഇനിയിപ്പം ന്യൂമറേറ്റർ ഓൾറെഡി കിടക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. ദർ ഇസ് നോ ഡൗട്ട് റിഗാർഡിംഗ് ദ സൈൻ ഓഫ് ദ നമ്പർ. ഇപ്പൊ 2/3 പോസിറ്റീവ്, ദാറ്റ് ഓൾസോ actually never create any doubt on you about the sign of the number. But in these 2 cases you have what ഒരു assumption, ഒരു doubt ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് യു ഡിവൈഡ് ദ സൈൻ ആൻഡ് പുട്ട് ദ സൈൻ ഓൺ ദ ന്യൂമറേറ്റർ. സോ ദാറ്റ് വിൽ ബി ദ സൈൻ ഓഫ് ദ നമ്പർ. ഓക്കെ, ക്ലിയർ ആണോ? സർ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം -2/5 എന്നാ കിടക്കുന്നെങ്കിൽ അതിപ്പം ആ 2 മാത്രമായിരിക്കും നെഗറ്റീവ്, അതോ 2 നമ്പറും നെഗറ്റീവ് ആയിരിക്കുമോ? അതിന് ഇത് മീനിങ് ഇത്രേ ഉള്ളൂ മോനെ. ഇപ്പൊ -2/5 എന്ന് കടന്നു കഴിഞ്ഞാൽ ഈ നമ്പറിന്റെ ചിഹ്നം നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം. കാര്യം എന്താ? ഇവിടെ ഇപ്പൊ നീ ഇതിനെ ശരിക്കും സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, -2/5 കേട്ടാ. ഈ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് എന്നർത്ഥം. ഇതിന് സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് അത് ന്യൂമറേറ്റർ ഇട്ടാലും ഡിനോമിനേറ്റർ ഇട്ടാലും എഫക്റ്റ് ഒന്ന് തന്നെയാണല്ലോ. ആണല്ലോ? സംശയം ഉണ്ടോ? ഡിനോമിനേറ്റർ നെഗറ്റീവ് ആയിരിക്കും. ഡിനോമിനേറ്റർ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ന്യൂമറേറ്ററിൽ എത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2/5 പ്ലസ് 3/-5 എന്ന് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് റിക്വയർസ് സം സോർട്ട് ഓഫ് വാട്ട് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നേരെ മറിച്ച് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? 2/5 പ്ലസ് നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? -3/5. Now you check. Now ഇത് അഡീഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് the denominators are same, you add the numerator. അതാണല്ലോ അതിന്റെ റൂള്. നോക്ക്, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടി -1/5. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പ്ലീസ് ഗോ വിത്ത് എ സിംഗിൾ റൂൾ. എന്താണ്? കീപ് ദ സൈൻ ഓഫ് ദ keep the sign as its
ന്യൂമറേറ്റർ സൈൻ. അപ്പം അങ്ങനെ ഒരു ഒറ്റ റൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാവത്തില്ല. ഇപ്പം നിങ്ങൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരുപോലെ സൈൻസ് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ തന്നെ ഇത് രണ്ടും നെഗറ്റീവ് കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് when you prefer only the signs of numerator, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ രണ്ട് സൈൻ വരുന്ന സമയത്ത് you divide and put the sign of the numerator there. And ഇവിടെയും അതുപോലെ തന്നെ divide and put the sign of the numerator there. ഇവിടെയും when you divide you get negative only. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെയും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഈ രണ്ട് കേസിലും സൈൻ ഓഫ് ദി ന്യൂമറേറ്റർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കേസും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോടെ? ഹലോ, പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വെൻ യു ഹാവ് എ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ ചിഹ്നം എങ്ങനെ ഇരിക്കണം എന്നതിനെ കുറിച്ച് മാത്രമാണ്. ചിഹ്നം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും സയൻസിന്റെ ഡിവിഷന് ശേഷം നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റ്, ആ ഡിവിഷൻ എന്താണ്, അതിനുശേഷം കിട്ടുന്ന ആ ഫൈനൽ ആൻസർ എടുത്ത് നമ്മൾ അതിന്റെ ന്യൂമറേറ്ററിന് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പം നെഗറ്റീവ് ബൈ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പം ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താ? നമുക്ക് ഈ കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മളത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി സിംപ്ലസ്റ്റ് ഫോം. എന്താണ് ഈ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ഫ്രാക്ഷൻ? ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്? വെരി സിംപ്ലസ്റ്റ്. അതായത് നമുക്കറിയാം ഒരു റാഷണൽ നമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് എ ന്യൂമറേറ്റർ ആൻഡ് എ ഡിനോമിനേറ്റർ. ലൈക്ക് 4/12 is a fraction or a rational number. അപ്പോൾ ഈ റാഷണൽ നമ്പറിന് there is a numerator and a denominator. Once you see the numerator and denominator, you can see that there is some common factor existing in this numerator and denominator. അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോമൺ ഫാക്ടർ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ യു ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ കോമൺ ഫാക്ടർ. ഇപ്പം ഞാൻ ഏറ്റവും ചെറിയ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറെയാണ് അതിന് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയായി മാറും? 2. ഇനി 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയായി മാറും? 6. അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ we can see that again these 6 and 2 have common factors. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ വീണ്ടും ആ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഏതാത്? ഇവിടെ നമുക്ക് മനസ്സിലായി ദാറ്റ് ഈസ് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1/3. അപ്പോൾ ഇനി ഫർദർ ഡിവിഷൻ ഓഫ് ദാറ്റ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ദിസ് കോമൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇസ് നോട്ട് പോസിബിൾ വിത്ത് ദാറ്റ്. അപ്പോൾ അതായത് 4/12 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതിയാൽ മതി എന്നർത്ഥം? 1/3 എന്ന് എഴുതിയാൽ മതി. ഈ 4/12ഉം 1/3ഉം എന്താണ്? എന്ത് നമ്പേഴ്സ് ആണ്? വാട്ട് ആർ 4/12 ആൻഡ് 1/3? ക്യാൻ യു സേ വാട്ട് ആർ 4/12 ആൻഡ് 1/3? വെരി ഗുഡ്. They are equivalent rational numbers. ഫ്രാക്ഷൻസ് എന്നുള്ളത് മാറ്റി ഇപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സ് ആക്കി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് പല രീതിയിൽ ഉണ്ടാക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 1/3 ഇക്വലന്റ് റാഷണൽ നമ്പർ ഏതാ? *4 രണ്ടിടത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 4/12. നോട്ട് ഓൺലി 4/12, യു ക്യാൻ മേക്ക് സോ മെനി ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ്. ലൈക്ക് 1/3 into 6. When you multiply 6, it becomes 6/18. That is also an equivalent rational number. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനത്തെ റാഷണൽ നമ്പർ കിട്ടും. വാട്ട് അബൌട്ട് 3? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/1 അല്ലേ? ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. into 2. അപ്പോൾ എന്താ വരും? 6/2. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും ഇങ്ങനെ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഈ ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിന് നേരെ ഓപ്പോസിറ്റ്. ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്ലൈ തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല, ഡിവൈഡ് ചെയ്താലും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തതിന് ഫർദർ സിംപ്ലിഫിക്കേഷൻ നോട്ട് പോസിബിൾ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തുമ്പോൾ അതിനെ പറയുന്നതാണ് സിംപ്ലസ്റ്റ് ഫോം. മനസ്സിലായില്ലേ? ഇപ്പോൾ 12/4. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 12/4? Sir, 3/1. That is equal to 3. അല്ലേ? അപ്പൊ നമുക്ക് ഇത് തിരിച്ചും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ നേരത്ത് ഇപ്പോൾ 12/36 ചില കുട്ടികൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും 12 ഈസ് എ കോമൺ ഫാക്ടർ ടു ബോത്ത് 12 എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ഫാക്ടർ. അവർ ഡയറക്റ്റ് ചിലപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായല്ലേ? അവരെന്നിട്ട് എന്ത് എഴുതിയിരിക്കും? 1/3 എന്ന് എഴുതും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അവരെന്ത് ചെയ്യും? ആദ്യം എങ്ങനെ ചെയ്യുക? ആദ്യം എത്ര വെച്ച് ഡിവൈഡ് ചെയ്യും? ബിക്കോസ് വി നോ ദീസ് 2 ആർ ഈവൺ നമ്പർ. അപ്പം 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? 12/2 ഇറ്റ് ഈസ് 6/18. അപ്പോൾ ഫർദർ അപ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലായി there is 2 common because it's a even number. അപ്പോൾ 2 വീണ്ടും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3/9. അപ്പോൾ നമുക്ക് പക്ഷേ ഈ 3യുടെ മൾട്ടിപ്പിൾ ആണ് 9. ദാറ്റ് മീൻസ് ഇതിനെ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുകയും അങ്ങനെ 1/3. ഇതിപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3 സ്റ്റെപ്പ് കൂടി എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദിസ് ഇസ് ദ പ്രൊസീജിയർ ആക്ച്വലി. എയ്തർ യു ഡിവൈഡ് ദാറ്റ് ബൈ ദാറ്റ് ഫാക്ടർ ഓർ ഇല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത്. എന്തായിരുന്നാലും ദ ഫൈനൽ ആൻസർ ഷുഡ് ബി സെയിം. മനസ്സിലായല്ലോ? ഇതാണ് സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വലന്റ് റാഷണൽ നമ്പർ മനസ്സിലായി, സിംപ്ലസ്റ്റ് ഫോം മനസ്സിലായി. ഇനി വാട്ട് അബൌട്ട് കമ്പാരിസൺ ഓഫ് 2 നമ്പേഴ്സ്? കമ്പയറിംഗ് 2 റാഷണൽ നമ്പേഴ്സ്. ഞാൻ 2 റാഷണൽ നമ്പേഴ്സിന്റെ കമ്പാരിസണാണ് പറയുന്നത്. ഇപ്പം 2/3 സോറി നിങ്ങളെടുത്ത് 2ഉം 3ഉം ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? 2 ഈസ് ലെസ് ദാൻ 3. അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ശരിയല്ലേ? ഇവിടുത്തെ കമ്പാരിസൺ നമുക്ക് വളരെ സിമ്പിളാണ്. 2 എന്ന് പറയുന്നത് 3നേക്കാൾ ചെറുതാണ്. ഇപ്പം -5 6 ഉടനെ നിങ്ങൾ പറയും അല്ലെങ്കിൽ -5 and 3. -5ഉം 3ഉം ഏതാ വലുത്? -5 എന്ന് ചെറുതാണ്. All negative numbers are less than the positive numbers. കാരണം എന്താ? നമ്മൾ നമ്പർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 0 എന്ന് പറയുന്നതിന്റെ അത് മാത്രമല്ല ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. -1 പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ലേ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അറിയാം -1, -2, -3 അല്ലേ? ടുവേഴ്സ് ആക്ച്വലി ലെഫ്റ്റ് എന്താണ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും, ടുവേഴ്സ് റൈറ്റ് ഇൻക്രീസ് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇപ്പം 1 ആണോ 5 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം പറയാം ഇത് 5 ആണെന്ന് പറയും. കാരണം നിങ്ങൾക്കറിയാം ബിക്കോസ് 1 കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 5 വരുന്നത് നമ്പർ ലൈനിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 ഈസ് ബിഗർ. അതേ ചിന്ത തന്നെ ഇവിടെ പറഞ്ഞു. ഇപ്പം -3 ആണോ അല്ലെങ്കിൽ -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരുന്നത് നോക്കൂ, ഇവിടെയാണ് വരുന്നത്. -5 ഈസ് ഹിയർ. സോ 4 എന്ന് അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? ടു ദ റൈറ്റ് ഓഫ് ദിസ് -5. So always those numbers on the right of that number will be a bigger one. മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന നമ്പറിന്റെ വലതുവശത്തുള്ള കിടക്കുന്ന നമ്പർ ലൈനിൽ വലതുവശത്ത് കിടക്കുന്ന എല്ലാ നമ്പറും വലുതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ -5 ആണോ 3 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -5ന്റെ വലതുവശത്താണോ 3 എന്ന് നോക്കിയാൽ മതി. ആണോടെ? ആണോ? ഹലോ? അപ്പോ -5ന്റെ വലതുവശത്താണ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം -5 is less than that of 3. അത് -5 എന്ന് പറയുന്നത് 3യേക്കാൾ ചെറുതാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഇന്ന് നമ്മൾ എത്ര കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്? ഒന്ന് റാഷണൽ നമ്പേഴ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്തു. രണ്ടാമത് ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ചോ? സ്റ്റാൻഡേർഡ് ഫോമിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഫോം കഴിഞ്ഞിട്ട് ഞാൻ സിംപ്ലസ്റ്റ് ഫോമിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ കമ്പയറിംഗ് 2 റാഷണൽ നമ്പേഴ്സിൽ ഞാൻ വെറും ഇൻഡിജേഴ്സിനെ മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇതിലേക്കൊന്ന് പോവാം. ലൈക്ക് ഇപ്പൊ 2/3 ആൻഡ് 1/2 ഏതാണ് വലുത്? ഒരേ എൽസിയം കണ്ടുപിടിച്ച് ഒരേ ഡിനോമിനേറ്റർ ആക്കണം. സാർ ആദ്യമേ ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ എൽസിഎം കണ്ടുപിടിച്ചിട്ട് ന്യൂമറേറ്റർ തമ്മിൽ നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ വലുത് അതായിരിക്കും ഗ്രേറ്റസ്റ്റ്. അതാണ് നമ്മുടെ ശരിക്കുള്ള മെത്തേഡ്. ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ആരുടെങ്കിലും പറയോ? എന്നാൽ അതിന്റെ എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ 2/3ഉം
1/2 ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഈ 2 കൊണ്ട് ഇതിനെയും ഗുണിക്കുക, 3 കൊണ്ട് ഇതിനെയും ഗുണിക്കുക. ആ ആൻസേഴ്സ് ഇവിടെ എഴുതുക. 2 into 2 അല്ലേ? ഇവിടെ ഏതാ വരിക? 1 into 3. ഇവിടെ എത്ര കിട്ടിയപ്പോൾ? 4. ഇവിടെയോ? 4. ഇവിടെയോ? 3. ഇതിലേതാ വലുത്? 4. അപ്പൊ നമ്മൾ പറയും 2/3 is bigger and 1/2 smaller. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? രണ്ട് നമ്പറിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിലൊരു പാർട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ വേറെ നമ്പർ എടുത്തു കഴിഞ്ഞ് നോക്കൂ. 3/5 and some 6/7. ഏതാ വലുത്? അടനെ നമ്മൾ ഈ പ്രൊസീജിയർ തന്നെ മൂവ് ചെയ്യുക. എന്ത് ചെയ്യുക? 3 into 7 അപ്പൊ ഇവിടെ നോക്കിയ ഈ 3 into 7 എത്രയാ? 21. ഇവിടെയോ? 30. ഏതാ വലുത്? 30. അപ്പം 3/5 എന്ന് പറയുന്നത് ചെറുതായിരിക്കും അല്ലെ? ചെറുതാണ് 6/7. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? കൂടുതൽ ഫ്രാക്ഷൻസ് വരുവാണെങ്കിൽ മെത്തേഡ് വർക്ക് ആവും. അല്ല, അപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ when you compare two fractions, this method will be simple one അല്ലേ? കാരണം എന്താ? ഇവിടെ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ വരുന്നില്ല, പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -1/2 and 3/2. സോറി, മാറിപ്പോയി. 1/2 and -3/2. ഏതാ? Sir, 1 into 2 and -3 into 2. നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഒരേ മെത്തേഡിലേക്ക് ചാടി വീഴുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെന്താ ചിഹ്നം? പോസിറ്റീവ്. ഇതോ? പോസിറ്റീവ്. നെഗറ്റീവ്. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റൂളിനെ കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? അവിടെ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ പോണോ? അപ്പൊ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് യു മസ്റ്റ് ബി കെയർഫുൾ വെദർ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓർ നോട്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചിഹ്നം എവിടെ ഉണ്ടാവണം? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവണം? ന്യൂമറേറ്റർ. അപ്പൊ ഇത് ഓക്കെ, ഇത് ന്യൂമറേറ്റർ തന്നെയാണ്. ഇവിടെയും ഓക്കെയാണ്, രണ്ടും ന്യൂമറേറ്റർ തന്നെയാണ് സൈൻ ഉള്ളത്. ഇനി നമുക്ക് ഇപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയേ. എന്താ വരിക? 1 into 2 and -3. -3 into 2. ഇവിടെ എന്താ? ഇവിടെ എത്ര വരിക? 2ഉം ഇവിടെ -6. ഏതാ വലുത്? 2. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം എന്താ? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. സോ വിച്ച് ഈസ് ബിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് പറയാം 1/2 must be bigger because other one is negative sign. So obviously that is to the left of this number. അത് ഇതിന്റെ ലെഫ്റ്റിലായിരിക്കും എന്നുള്ള 100% ഉറപ്പല്ലേ, ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ? നേരത്തെ പോലെയല്ലേ ഇപ്പൊ നെഗറ്റീവ് സൈൻ. നേരത്തെ ഫ്രാക്ഷൻസ് പഠിപ്പിക്കുന്ന സമയത്ത് യു ഹാവ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. പക്ഷെ ഇപ്പൊ എന്താ? നെഗറ്റീവ് ഓൾസോ ദെയർ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് -3/5 and -2/7. അപ്പൊ ഇവിടെ നമുക്ക് പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ. ഇവിടെ സി 2/-7 കിടക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ദിസ് ഈസ് ആക്ച്വലി ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം, ബട്ട് വാട്ട് അബൌട്ട് ദിസ് നമ്പർ? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അപ്പൊ നമ്മൾ എപ്പോഴും അവിടെ ഈ സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് പുട്ട് ഇറ്റ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം, ദെൻ യു കമ്പയർ. അപ്പൊ -3/5 ആ സിറ്റീസ് നമ്മൾ എഴുതി. ഇവിടെയോ? -2/7 എഴുതും. ഇപ്പൊ നമുക്ക് രണ്ടും എന്താണ്? സ്റ്റാൻഡേർഡ് ഫോമിലാണ്. നൗ യു ക്യാൻ കമ്പയർ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മളെ മെത്തേഡ് ഉപയോഗിച്ചേ പറ്റൂ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? -3 into 7ഉം ഇവിടെ എന്താ -2 into 5. അപ്പോൾ -3 into 7 എത്രയാ? -21. ഇവിടെയാണെങ്കിലോ -10. വിച്ച് ഇസ് ബിഗർ? -10ന്റെ ലെഫ്റ്റ് ആണ് -21. സോ വിച്ച് ഇസ് ബിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -10 ഈസ് ബിഗർ. ദാറ്റ് മീൻസ് -2/7 എന്തായിരിക്കും? ബിഗർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതും? -3/5 ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് -2/7. കണ്ടാ? എളുപ്പമല്ലേ? എളുപ്പമല്ലേടേ? എളുപ്പമല്ലേ? ഇനി ഇവിടെ തന്നെ നിങ്ങളെ കറക്കാനായിട്ട് ചിലർ ഇങ്ങനെയും ചോദിക്കും. 3/5 is equal to -6/-10. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി വെൻ യു ട്രൈ ടു കമ്പയർ ദിസ് മസ്റ്റ് ബി ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം. അല്ലേ? ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഓക്കെ. പക്ഷെ ഇവനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഈസ് ദാറ്റ് നമ്പർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3/5 ഇവിടെ എന്താക്കി മാറ്റണം? ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് 6/10. അപ്പൊ ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ക്രോസ് മൾട്ടിപ്ലൈ ഇറ്റ്. അപ്പൊ 3 into 10 5 ഇവിടെ എത്ര? 30. ഇവിടെയും 30. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? 3/5 equals to 3/5 equal to 6/10 അല്ലേ? അതാണ് ഇതിന്റെ ഒരു ഇക്വലന്റ് റാഷണൽ നമ്പർ ആണ് ഏത്? 6/10 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് സിമ്പിൾ അല്ലേ? അല്ലേ? അല്ലേടേ? ചോദിച്ചോ മോനെ. സാർ -6/-10 അല്ലായിരുന്നു? അതുകൂടെ പിന്നെ +6 അങ്ങനെയൊക്കെ. ഇത് മറ്റേ നമ്മൾ രാമായണം മൊത്തം വായിച്ചിട്ടേ മറ്റേ ജീസസ് ക്രൈസ്റ്റ് ഇതിൽ എവിടെയെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി. ഇടാ മോനെ പങ്കിളി, നേരത്തെ ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചായിരുന്നോ? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ നമ്പർ? ഹൗ ഡു വി ഗെറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോം? എടാ ഇതിന് 2 സൈൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ ഏതാണ് ഇതിന്റെ ചിഹ്നം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞേ? ആരാടാ ചോദിച്ചത്? പറ. ഹലോ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഇതിന് 2 ചിഹ്നം കിടക്കുമ്പോ ഇതിനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാനായിട്ട് സർ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ 2 അപ്പൊ ഈ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ത് കിട്ടും? അങ്ങനെയാണ് പോസിറ്റീവ് വരുന്നത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇവിടെയൊക്കെ ഞാൻ എവിടെ അത് ഈ നിങ്ങളത് ആരാണ് ചോദിച്ചത്? ആരാ? ഇവിടെ ദേവനാരായണൻ. നോക്ക്, നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയതിന് കാരണം സിൻസ് വി ഹാവ് 2 സൈൻസ് ഹിയർ ഇൻ ദിസ് നമ്പർ. ഇത് എപ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്? എന്താ? എസ്പെഷ്യലി റാഷണൽ നമ്പേഴ്സിലാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. കാരണം എന്താ? റാഷണൽ നമ്പേഴ്സ് ഏത് ഫോമിലാണ് ഉള്ളത്? p/q ഫോമിലുള്ളത്. ആൻഡ് p and q ആർ ഇൻഡിജർ എന്ന് പറയുമ്പോൾ ബോത്ത് p and q മേ ഹാവ് ഡിഫറെന്റ് സൈൻ ഓർ സെയിം സൈൻ. പക്ഷെ നമുക്ക് അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് when it is having 2 sign you divide it and put the sign as its numerator sign. അപ്പൊ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലാണ്. ഇവിടെ നോക്കി, ഇവിടെയും 2 ചിഹ്നം ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ ഡിവൈഡ് ഇറ്റ്, പോസിറ്റീവ് ബൈ നെഗറ്റീവ് യു ഗെറ്റ് നെഗറ്റീവ്. സോ നെഗറ്റീവ് ആയിരിക്കും ഇതിന്റെ ചിഹ്നം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഡിവൈഡ് ചെയ്യാൻ. കാരണം എന്താ? ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്താലും ഇത് ഇങ്ങനെ തന്നെ കിട്ടും. കാരണം അതിന്റെ ന്യൂമറേറ്ററിനാണ് ഈ ചിഹ്നം കിടക്കുന്നത്. ഇവിടെയും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞില്ലേട്ടാ? ഞാൻ പറഞ്ഞില്ലേ? ഇത് ചോദിച്ച ദേവനാരായണൻ ഇപ്പൊ ശരിയായോ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ കമ്പാരിസൺ ഓഫ് എന്താണ് ഫ്രാക്ഷൻസ് എന്നോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ റാഷണൽ നമ്പർ കമ്പയർ ചെയ്യാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയെങ്കിൽ നമുക്ക് നിർത്തിക്കളയാം. എന്ന് വെച്ചാൽ ഒരുപാട് തന്നെ ഫസ്റ്റ് ഡേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് 2-3 കാര്യങ്ങളും കൂടെ അതിൽ പഠിപ്പിക്കാനുണ്ട്.
ബിറ്റ്വീൻ നമ്പേഴ്സ് അത് പറയാം. Write 4 more rational numbers in each of the following pattern. എഴുതാൻ പറ്റൂലേ? -3/5. And then how did you get -6/10 from this -3/5? Sir, into 2. You multiplied 2 to the numerator and Sir, denominator. multiply with 2. ഇവിടെ multiply 3, multiply 4, then multiply Sir, 5, multiply 4. 6 and multiply 7 so that you get the next series. Okay, അത് തന്നെയാണ് അടുത്ത താഴെയുള്ള ക്വസ്റ്റ്യൻസിൽ. So please do the last 2 questions. Okay. Give rational numbers equivalent to. ഇതിന് equivalent rational number കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? This is actually in its standard form. But what about this number? It is not in the standard form. അപ്പോൾ ഇവിടെ equivalent fraction ഇതിനെ നമുക്ക് -5/3 എന്ന് എഴുതിയും ചെയ്യാം, അതല്ല ഇങ്ങനെ ഇട്ടും ചെയ്യാം. Because they asked you to find the equivalent fractions. അപ്പോൾ equivalent rational numbers ആകുമ്പോഴത്തേക്ക് അതിന് ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം, അതല്ല എങ്കിൽ ഇത് എന്തായിട്ട് മാറ്റണം? It can be written as -5/3. Then you multiply and find the equivalent rational numbers corresponding to this. Okay. അടുത്ത draw the number line and represent the following rational number on it. Okay, that we will do later. Means next class. Okay. അടുത്തത് അത് വളരെ സിമ്പിൾ ആണ്, ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ആദ്യം നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യണമല്ലോ ഫ്രാക്ഷൻസ്. അതൊന്നും വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് റെപ്രസെൻറ്റ്സ് സെയിം റാഷണൽ നമ്പർ. അത് ഞാൻ പഠിപ്പിച്ച് തന്നല്ലോ. എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്ത് നോക്കുക. ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ ഈക്വൽ വാല്യൂസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി സെയിം റാഷണൽ നമ്പർ. ബട്ട് പ്രൊവൈഡഡ് വൺ കണ്ടീഷൻ. എന്താണ്? യു മസ്റ്റ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓർ നോട്ട്. ദിസ് ഇസ് ഈ കേസിൽ പ്രശ്നമില്ല. കാരണം എന്താണ് പ്രശ്നമില്ലാത്തതിന് കാരണം? ഈ കേസിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ആണ്. ഇതും സ്റ്റാൻഡേർഡ് ഫോം ആണ്, ഇത് സ്റ്റാൻഡേർഡ് ഫോം ആണ്. വാട്ട് അബൌട്ട് ദിസ്? ഇത് സ്റ്റാൻഡേർഡ് ഫോം ആണ്, പക്ഷെ ഇതോ അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റം എന്ത് വരും? പോസിറ്റീവ് 2/3 and 2/3. അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ പറയാൻ, നിങ്ങൾ വേറെ ആൻസർ പറയുന്നില്ല. അപ്പൊ -20/25 ആക്കിയതിന് ശേഷം യു കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അടുത്ത -2/3 is not in the standard form. So when you put it in standard form, it become +2/3. അത് അവിടെ തന്നെ മനസ്സിലായി. നമുക്ക് വേറെ ടൂൾസ് ഒന്നും വേണ്ട, നോക്കുമ്പോൾ തന്നെ മനസ്സിലായി 2/3 and 2/3 they are equal. അപ്പോൾ that procedure continues to find the next 7 questions. അപ്പോൾ നിങ്ങൾ ഇതിലൊരു കാര്യം ചെയ്തത് ലാസ്റ്റ് 3 questions ചെയ്തിട്ട് വാ. 5, 6, 7. ഓക്കെ. അടുത്ത rewrite the following rational numbers in the simplest form. Okay, simplest form അറിയാലോ. You know what is simplest form? You check the common factor existing in the numerator and denominator and cancel out the common factors. At the field അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഫസ്റ്റിന് -4/3. Yeah, okay, that all നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ഇതിന് ഒരു കാര്യം ചെയ്തോ, ലാസ്റ്റ് 2 questions ചെയ്തോ. സെക്കൻഡ് 5/9. അടുത്ത 8th one, ഇതും കമ്പാരിസൺ ആണ്. ഇത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഈക്വൽ ആണോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൽ ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻസ് ഏതാ? എന്താണ് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത്? സിംപ്ലസ്റ്റ് ആണോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം 5/7 നെഗറ്റീവ് നമ്പർ ആണ്. അല്ല ഞാൻ പറഞ്ഞത് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് ആർ ദേ ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓർ നോട്ട്. അതാണ് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത്, അല്ലേ? അല്ല സിംപ്ലസ്റ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ സിംപ്ലസ്റ്റ് ആണോ എന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞോ? അപ്പൊ സിംപ്ലസ്റ്റ് അല്ല, സ്റ്റാൻഡേർഡ് ആണോ എന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പിന്നെ നോക്കുക. പിന്നെ ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ ഇത് നോക്കുമ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, പിന്നെ കണ്ണും പിന്നും നോക്കണ്ട, അല്ലെ? പെട്ടെന്ന് തന്നെ പറയാം ഏതായിരിക്കും വലുത്. 2/3 വലുത്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ചില കേസസിൽ ഹലോ ചിലതിനകത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അതാണ്. യെസ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്ത ഇവിടെ ഇതുപോലെ തന്നെ 0 and -7/6 ഏതായിരിക്കും വലുത്? അത് എപ്പോഴും ശ്രദ്ധിക്കണം. 0 ഈസ് ബിഗർ ദാൻ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സിനെ എല്ലാം എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ വലുതാണ് 0. ബിക്കോസ് 0 ഈസ് ടു ദ റൈറ്റ് ഓഫ് all negative numbers.
എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും റൈറ്റിലുള്ള നമ്പറാണ് 0. അപ്പം അതുകൊണ്ട് 0 ഈസ് ബിഗർ ദാൻ എനി നെഗറ്റീവ് നമ്പർ. ദാറ്റ്സ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാമല്ലോ. അതിന് ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ചെയ്തോ. വിച്ച് ഈസ് ഗ്രേറ്റർ ഇൻ ഈച്ച് ഓഫ് ദം, ദാറ്റ് ഈസ് ആൾസോ. ഇതിനെ എന്ത് ചെയ്യും ഇവിടെ? ഇപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാണെന്നോ? അത് ഓക്കെ. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. ഇപ്പോൾ ചില കുട്ടികൾക്ക് അത് സംശയം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനെ, -7/3. വാട്ട് ഈസ് ദ മിക്സഡ് ഫ്രാക്ഷൻ കറസ്പോണ്ടിങ് ടു -7/3? -7 divided by 3. You should not take it as -7. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? 7 divided by 3 എത്ര? 2 times. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? 2 and 1/3. And the sign of the number which is already determined here, what is that? That is negative. കണ്ട, ഇങ്ങനെയാണ് കൊടുക്കാൻ. അല്ലാതെ you please don't go with the presumption that the sign of the 7 alone is negative, because always you check whether it is in its standard form or not. Standard form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the sign of the number. Sign of the number അത് നമ്മൾ എവിടെ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ കാൽക്കുലേഷൻ ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇടാൻ, -7/3 ഇങ്ങനെയാണ് ഇടുക. പക്ഷെ നമ്മൾ ആ സൈൻ എവിടെ കൊടുത്തു? ആർക്ക് അസൈൻ ചെയ്ത് വെച്ചു? ന്യൂമറേറ്ററിന്. മനസ്സിലായില്ലേ? ന്യൂമറേറ്ററിന് അസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, അതെന്തിനു ആണെന്നുള്ളത് ഞാൻ അപ്പോഴും ഒരു വിശദമാക്കി ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് കാണിച്ചു തന്നു. കാരണം അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് അതായിരിക്കും എളുപ്പം. യു പ്ലീസ് അസൈൻ ഇറ്റ് ടു എ നമ്പർ. അപ്പം ന്യൂമറേറ്ററിന് നമ്മളങ്ങ് അസൈൻ ചെയ്തത്, ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം ഓൾസോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കൊടുത്തു. അപ്പോൾ ഇനി ചിലർക്ക് തിരിച്ചു വരുമ്പോഴും ഇതേ ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് ഇപ്പം -6 and 1/3 എന്ന് പറഞ്ഞിട്ടൊരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. ഹൗ ഡു വി റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം, ഇംപ്രോപ്പർ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യുന്നറിയാം? -6 × 3 -18 + 1 -17 എന്നൊക്കെ എഴുതും. അത് തെറ്റാണ്. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാനുള്ളത്, യു ഹാവ് ടു കൺസിഡർ ദിസ് ഹോൾ നമ്പർ, ഇറ്റ് സൈൻ ആസ് നെഗറ്റീവ്. ഈ ഹോൾ നമ്പറിന്റെ സൈനാണ് എന്താണ്? നെഗറ്റീവ്. അതിന്റെ അർത്ഥം യു ഫൈൻഡ് ദ മിക്സഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കറസ്പോണ്ടിങ് ടു ദി 6 and 1/3. അത് എത്രയാണ്? 6 × 3 + 1 എത്ര? അതെത്ര? 18 + 1 19. 19 divided by 3 ആയിരിക്കും ആ നമ്പർ. ഏത്? ആ മിക്സഡ് ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി അതിന്റെ ചിഹ്നം എന്താണ്? അത് നെഗറ്റീവ്. അതെന്താ? നെഗറ്റീവ്. ഓക്കെ, ഇത് മറക്കുമോ നിങ്ങൾ? ഇത് മറക്കുമോ? ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ മറക്കുകയോ ചെയ്യരുത്. കാരണം ഈ സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ നമ്പർ, നോട്ട് എ പെർട്ടിക്കുലർ നമ്പർ എലോൺ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഈ 6 and 1/3 ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നമ്പർ ലൈൻ ഇപ്പൊ -1 and 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്പർ ലൈൻ വരച്ചു എന്ന് വെച്ചു. അപ്പൊ ഇവിടെ എൻ്റെ നമ്പർ ലൈനിൽ ഇത് 0, ഇത് 1, ഇത് 2 എക്സെട്ര, ഇത് -1, ഇത് -2. അപ്പൊ നമുക്കറിയാം -1 and 1/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ നമ്പർ ഹാഫ്. ഈ -1നേക്കാൾ പിന്നെ ഒരു ഹാഫ് കൂടുതൽ. അപ്പൊ അതെവിടെ വരും? ഇവിടെ വരും. ദ സൈൻ ഓഫ് ദ നമ്പർ ഈസ് -1 and 1/2. കണ്ട, അതൊരു സിംഗിൾ പൊസിഷൻ ആണ്. അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അത് എപ്പോഴും മറക്കാതെ. ഓക്കെ, അല്ല തെറ്റിപ്പോയി. അതാണ്, നിങ്ങൾ അങ്ങനെ എടുക്കരുത്. അതിന്റെ അർത്ഥം -1 വേറെ ഹാഫ് വേറെ, അങ്ങനെയാണോ? വാട്ട് യു മീൻ ബൈ -1 and 1/2? എന്താണ് മോൻ അർത്ഥമാക്കുന്നത്? ഇപ്പൊ നീ പറഞ്ഞ കണക്കിനാണെങ്കിൽ -1ന്റെ ചിഹ്നം -1ഉം ഹാഫിന്റെ ചിഹ്നം പോസിറ്റീവ് എന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതാണ് ശരി. വാട്ട് ഈസ് -1 and 1/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇങ്ങനെ മനസ്സിലാക്കണം, അത് 1 and 1/2 എന്ന് പറയുന്നത് 0യിൽ നിന്നും 1 and 1/2 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് 0 എന്നാണ് അതിന്റെ അർത്ഥം. 0യിൽ നിന്നും 1.5 യൂണിറ്റ് എവിടേക്ക്? ലെഫ്റ്റ് സൈഡ്. അതിനാണ് ഈ ചിഹ്നം. മനസ്സിലായല്ലേ?
നിങ്ങൾ എടുക്കുന്നത് 1ന്റെ ചിഹ്നം നെഗറ്റീവും ഹാഫിന്റെ ചിഹ്നം പോസിറ്റീവ് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് -1? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് -1? നിങ്ങൾ ആ നമ്പർ എങ്ങനെ മനസ്സിലാക്കുക? മൈനസും പ്ലസും ഒന്നുമല്ല മോനെ, അത് നമ്പർ ലൈൻ നിങ്ങൾ മനസ്സിലാക്കാതെ വെച്ചിരിക്കുകയാണ്. അതായത് 1 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ്, നിങ്ങൾ പറയണത് 1 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് 0 ഈസ് കോൾഡ് -1. നിങ്ങൾ നമ്പർ ലൈൻ മനസ്സിലാക്കുക. ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഓൾ ദ നമ്പർ ഇൻ ദിസ് നമ്പർ ലൈൻ, കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാമോടെ? ഈ നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പറും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. When I put a number 1 here, the meaning of this number 1 is എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? It is 1 unit to the right of 0. അതാണ് അതിന്റെ അർത്ഥം. When I put a number -1 here, it means it is 1 unit to the left of 0. Left of 0. അങ്ങനെയാണ് ആ നമ്പർ കിട്ടുന്നത്. So that's why we put negative sign to indicate that this number is actually to the left of 0. When you put a positive sign, it means the number is actually to the right of that number, 0. So 0 ആണ് അവിടുത്തെ മിടുക്കൻ. Sir, ഒരു ഡൗട്ട് ഉണ്ട് സർ. ചോദിച്ചോ. സർ, ഇപ്പോൾ -2 ആണെങ്കിൽ 2 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് 0 എന്നല്ലേ? Yes ആണ്. -2 means when you put -2 here, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് എത്ര യൂണിറ്റ് ഉണ്ട്? 1 യൂണിറ്റ്. ഇത് എത്ര യൂണിറ്റ് ഉണ്ട്? 1 യൂണിറ്റ്. മൊത്തം എത്ര യൂണിറ്റ് ആയി? 2 യൂണിറ്റ്. ഇത് എവിടെയാ? 2 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് 0. സോ അങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായല്ലേ? നമ്മൾ ആ സൈൻ കൊടുക്കാൻ കാര്യം ഇറ്റ് ഈസ് ആക്ച്വലി പ്ലേസ്ഡ് 2 യൂണിറ്റ്. ഈ ലെഫ്റ്റ് ഓഫ് 0 എന്നാണ് എല്ലാം എഴുതേണ്ടത്? അല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, നമ്മൾ മനസ്സിലാതുണ്ടാവണം. ഇപ്പൊ ആ മനസ്സിൽ അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഇതിനിടയ്ക്കുള്ള ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. എന്താ അത്? -1 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് -1 1/2? Sir, 1.5 unit to the left of 0. അത്രേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നതിന്റെ ഇൻഡിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. വിച്ച് മീൻസ് നെഗറ്റീവ് സൈൻ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളത് 0ക്ക് ലെഫ്റ്റിലുള്ള നമ്പറാണ്. അത് എത്ര ദൂരത്തിലാണ് 0യിൽ നിന്ന്? അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 1.5 യൂണിറ്റ്. മനസ്സിലായോ? മനസ്സിലായോടെ? അപ്പോ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? There is a number which is 2 unit away from 2 unit to the right of 0. എന്തായിരുന്നാലും ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഞാൻ -2 പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, they are 2 unit away from 0. പക്ഷെ away from 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്പർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം 2 ഡയറക്ഷൻസ് ഉണ്ട്. അതാണ് പ്രശ്നം. ഒരു ഡയറക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നെഗറ്റീവ് നമ്പർ, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈൻ കൊടുത്തത്. ഇപ്പൊ 4 ഡയറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 4 സിമ്പിൾ വേണ്ടി വന്നനെ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് എത്ര സിമ്പിളേ ആവശ്യം ഉണ്ടായുള്ളൂ? കാരണം നമ്പർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം 2 ഡയറക്ഷനേ ഉള്ളൂ. ഫ്രം വേർ എന്നുള്ള ചോദ്യത്തിനാണ് 0 എന്നുള്ള വാല്യൂ. 0യിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? അതാണ് നമ്മൾ ഈ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊസീജിയർ. അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.